പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മാത്രമാണ് ഇനി മദീനയിലേക്ക് പോവാതെ മക്കയിൽ തന്നെ അവശേഷിക്കുന്ന ആളുകൾ. കൂടാതെ അലി റളിയല്ലാഹു അൻഹുവും പിന്നീട് അവരുടെ യജമാനന്മാർ അവരെ പലായനത്തിന് സമ്മതിക്കാതെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് അടിമകളായ ആളുകളുമുണ്ട്. ബാക്കി എല്ലാവരും മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. പ്രവാചകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഒരു നിലക്കും മദീനയിലേക്ക് പലായനം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു മക്ക മുശ്രിക്കീങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഒരു ദിവസം രാത്രി പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് മദീനയിലേക്ക് അവരുടെ പലായനം ആരംഭിക്കുന്നത്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രഭാതം എന്നുള്ളത്, അല്ലെങ്കിൽ ആ രാത്രി എന്നുള്ളത് അത്രത്തോളം അവരെ നിരാശജനകരായ, അവർ അപമാനിക്കപ്പെട്ടൊരു രാത്രിയായിരുന്നു. പ്രവാചകൻ്റെ വീടിന് ചുറ്റും ആളുകളെ നിർത്തി പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പ്രവാചകൻ്റെ കട്ടിലിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിക്കൊണ്ട് പ്രവാചകനും അബൂബക്കർ തങ്ങളും കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ഹിജറ ചെയ്യാൻ വേണ്ടിയിട്ട് മദീനയിലേക്കുള്ള പലായനം ആരംഭിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ഖുറൈശികൾക്ക് അവരുടെ അമളി മനസ്സിലാവുന്നു, അവർ പരിഹാസ്യരാകുന്നു. അവരുടനെ പ്രവാചകനെ തിരഞ്ഞ് ചെല്ലുന്നുണ്ട്. പ്രവാചകൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ പോകുന്നു. മദീനയിലേക്ക് മക്കയിൽ നിന്ന് പോകുന്ന വഴിയിലുടനീളം അവർ സഞ്ചരിച്ച് നോക്കുന്നുണ്ട്. അവിടെ എവിടെയും പ്രവാചകനെ കാണാനില്ല. പ്രവാചകൻ സഞ്ചരിക്കാവുന്ന ദൂരമൊക്കെ അവർ സഞ്ചരിച്ച് നോക്കി, പക്ഷേ അവിടെയൊന്നും പ്രവാചകനില്ല. അവർ തിരിച്ച് മദീനയുടെ ഓപ്പോസിറ്റ് ദിശയിലേക്കും നടന്നു ചെല്ലുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ പദ്ധതിയും അത് തന്നെയായിരുന്നു. സ്വാഭാവികമായും മദീനയിലേക്കാണ് പോകുന്നത് എന്നറിയാം. അതുകൊണ്ട് അവർ ആ വഴി നോക്കും എന്നുള്ളത് കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും മദീനയുടെ എതിർ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അവിടെ സൗർ ഗുഹയിൽ പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അഭയം പ്രാപിക്കുകയാണ്. ശത്രുക്കൾ അവിടെയും ചെന്നെത്തുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, അവരവരുടെ കാലിൻ്റെ ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണും. അവരത്രയും ആ ഗുഹയുടെ മുകളിലായിരുന്നു അവർ നിന്നിരുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, പേടിക്കരുത് അബൂബക്കർ, നമ്മൾ രണ്ടുപേരും മാത്രമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നമ്മളിൽ മൂന്നാമനായി അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്ന തവക്കുലിൻ്റെ മനോഹരമായ പാഠം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേളയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ശത്രുക്കൾ മുഴുവനും ആ ഗുഹയുടെ പരിസരങ്ങളിലെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിൽ ആരോ ഒരാൾ പറയുന്നു, ഈ ഗുഹയുടെ അകത്തുണ്ടാകുമോ? ആ സമയത്ത് ഖുറൈശികളുടെ നേതാക്കൾ പറയുന്നുണ്ട്, ആ ഗുഹ നിങ്ങൾ നോക്കൂ, അതിൻ്റെ മുന്നിൽ ചലന്തിയൊക്കെ വല കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? മുഹമ്മദ് ജനിക്കുന്ന സമയത്തുള്ളതാണത്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും അതിൻ്റെ ഉള്ളിൽ കയറാൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിൻ്റെ മേലിൽ അവർ ആ ഗുഹക്കകത്തേക്ക് പ്രവേശിക്കുന്നില്ല. അബൂജഹൽ പറയുന്നുണ്ട്, അവരിവിടെ എവിടെയോ ഉണ്ട്. നമ്മളീ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അവരിവിടെ നമ്മുടെ പരിസരത്ത് തന്നെ എവിടെയോ ഉണ്ട്. മുഹമ്മദിൻ്റെ ജാലവിദ്യകൾ കൊണ്ടാണ് നമുക്കവരെ കാണാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിരാശാജനകരായിക്കൊണ്ടാണ് അവർ ആ സൗർ ഗുഹയുടെ മുന്നിൽ നിന്ന് പോലും പ്രവാചകനെ കാണാതെ തിരിച്ച് മക്കയിലേക്ക് വരുന്നത്. ഉടനടി അവർ ഒരുമിച്ച് കൂടുകയും കൃത്യമായ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു. മക്കയിൽ നിന്ന് പുറപ്പെട്ട മുഹമ്മദിനെയും അബൂബക്കറിനെയും മുഹമ്മദിനെ കൊന്നോ അല്ലാതെയോ ജീവനോടെയോ അല്ലാതെയോ ഇവിടെ മക്കയിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾക്ക് 100 ഒട്ടകങ്ങളാണ് അവർ ഇനാം പ്രഖ്യാപിക്കുന്നത്. 100 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരാളുടെ ജീവിതം, അയാളുടെ ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആയിരുന്നു 100 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ഏറ്റവും ആഡംബരപൂർണമായ വസ്തുക്കളാണ്, വാഹനമാണ് ഒട്ടകം. ഇന്ന് ഒരു 100 ബെൻസ് കാറ് ഒരാൾക്ക് എത്ര വില വരുമോ, അല്ലെങ്കിൽ അതിലും വലിയ മുന്തിയ ഇനം കാറുകൾ 100 ഒരാൾക്ക് കിട്ടിയാൽ അയാൾ എത്രത്തോളം സമ്പന്നനായിത്തീരുമോ, അതുപോലെ അത്രത്തോളം മൂല്യമുള്ള വസ്തുവായിരുന്നു ഒട്ടകം. അതുപോലത്തെ 100 ഒട്ടകമാണ് അബൂജഹലിന് കീഴിലുള്ള നേതാക്കൾ അവരെ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയ ആ മദീനയുടെ വഴികളിലൂടെ ചെന്ന് ആ മക്കയുടെ മരുപ്രദേശത്ത് താമസിക്കുന്ന ഗ്രാമങ്ങളിലെല്ലാം അവർ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ കഥാനായകൻ നമ്മുടെ കഥയിലേക്ക് കടന്നു വരുന്നത്. അബൂജഹലും സംഘവും ചെന്നുകൊണ്ട് അറേബ്യയുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ ചെന്നുകൊണ്ട് ഈ വലിയ മോഹന വാഗ്ദാനത്തിൻ്റെ വാർത്ത അറിയിക്കുന്നുണ്ട്. ഉടനടി അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുറാഖത്ത് ബിൻ മാലിക് എന്ന മരുഭൂമിയുടെ മനുഷ്യനെന്നറിയപ്പെടുന്ന, മരുഭൂമിയിൽ ഓരോ ഇലയനക്കങ്ങൾ പോലും അത്രമേൽ സൂക്ഷ്മമായി പഠിച്ചെടുക്കുകയും അതിനെ പിന്തുടരാനും കഴിയുന്ന അത്രമേൽ ബുദ്ധിശക്തിയുള്ള മനുഷ്യൻ, മരുഭൂമിയിലെ മൃഗങ്ങളായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ആരെ നഷ്ടപ്പെട്ടു പോയാലും ആരെ തെരഞ്ഞു കണ്ടുപിടിക്കണമെങ്കിലും അതിൽ
ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന, അതിലേറ്റവും കേളികേട്ട മനുഷ്യനായിരുന്നു സുറാഖത്ത് ബിൻ മാലിക്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞ അബൂ സുഫിയാൻ എന്നതായിരുന്നു. ആ സുറാഖത്ത് ബിൻ മാലിക് ഈ വലിയ മോഹന വാഗ്ദാനത്തിൻ്റെ വാർത്ത കേൾക്കുകയാണ്. മുഹമ്മദിനെ പിടിച്ച് കൊണ്ടുവന്നു കൊടുത്താൽ 100 ഒട്ടകങ്ങൾ. വില്ലാളി വീരനും അതീവ ബുദ്ധിശാലിയുമായിരുന്ന സുറാഖയെ സംബന്ധിച്ചിടത്തോളം പൂ പറിക്കുന്ന പോലെ വളരെ ലാഘവത്തോടെ മുഹമ്മദിനെയും സംഘത്തെയും കണ്ടെത്താം. പക്ഷേ താനെങ്ങാനും ഈ പരസ്യമായ പ്രഖ്യാപനം കേട്ടുകൊണ്ട് തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പോയാൽ അവിടെ കൂടിയിരിക്കുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം തൻ്റെ കൂടെ കൂടുമെന്നും ആ 100 ഒട്ടകത്തിൽ നിന്നുള്ള പങ്ക് അവർക്കെല്ലാം പങ്കുവെക്കേണ്ടി വരും എന്ന ഭയത്താൽ സുറാഖത്ത് ബിൻ മാലിക് ആ പ്രഖ്യാപനം കേട്ട ഉടനെ ഒന്നും തൻ്റെ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അബൂജഹലും സംഘവും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. സുറാഖയും ബാക്കിയുള്ള ആളുകളൊക്കെ അവരുടെ സംസാരത്തിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ തിരിഞ്ഞതിന് ശേഷം പ്രവാചകനെ പിടിക്കാൻ പോകാം എന്നതായിരുന്നു സുറാഖയുടെ തീരുമാനം. ആ തീരുമാനത്തിൽ ഇങ്ങനെ അല്പസമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് മറ്റൊരു യാത്രാ സംഘം വരുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വരുന്ന വഴി 3 ആളുകളെ കണ്ടു. ഞങ്ങൾക്ക് തോന്നുന്നത് അത് ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കറും അവരുടെ വഴികാട്ടിയുമാണെന്നാണ് എന്ന് ആ വഴി വന്ന യാത്രക്കാർ പറയുന്നുണ്ട്. ഉടനടി സുറാഖത്ത് ബിൻ മാലിക് അവരുടെ സംസാര വിഷയം മാറ്റുന്നു. അത് മുഹമ്മദ് ആവാൻ സാധ്യതയൊന്നുമില്ല, അത് ഒട്ടകത്ത് നഷ്ടപ്പെട്ടു പോയ ഏതോ 3 ആളുകളുണ്ട്, അവരാകാം എന്ന കള്ളം തൻ്റെ സമൂഹത്തോട് പറയുകയാണ്. പിന്നീട് അവരുടെ ശ്രദ്ധയെല്ലാം മാറിയ അവസ്ഥയിൽ തൻ്റെ സേവകനെ വിളിച്ചിട്ട് ശക്തമായ ഒരു കുതിരയെയും അതിനു വേണ്ട ആയുധങ്ങളും ഭക്ഷണവും എല്ലാം തയ്യാറാക്കി നിർത്താൻ പറയുന്നു. എന്നിട്ട് തൻ്റെ വീടിൻ്റെ പിറക് വശത്തിലൂടെ ഇറങ്ങി സേവകനോട് അവിടേക്ക് തൻ്റെ ഉപകരണങ്ങളും ആയുധവും വാഹനമൊക്കെ കൊണ്ടെത്തിക്കാൻ പറയുന്നു. എന്നിട്ട് നേരത്തെ വന്ന കച്ചവടക്കാർ പറഞ്ഞ ആ 3 ആളുകളെ കണ്ടു എന്ന് പറഞ്ഞ അതേ സ്ഥലത്തേക്ക് തൻ്റെ കുതിരയെയും ഓടിച്ചിട്ട് ചെല്ലുകയാണ്. അല്പസമയത്തിനകം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൺമുന്നിൽ വിദൂരതയിൽ വെച്ചുകൊണ്ട് സുറാഖത്ത് ബിൻ മാലിക് കാണുകയാണ്. അത്രമേൽ സൂക്ഷ്മമായി മരുഭൂമിയിലെ കാലടിപ്പാടുകൾ കണ്ടെത്തിക്കൊണ്ട് ഇത് ഏത് മൃഗമാണ്, ഇത് ഏതൊട്ടകമാണ്, ഇത് എവിടത്തെ ഒട്ടകമാണ് എന്ന് പോലും സൂക്ഷ്മമായി കണ്ടെത്താൻ അറിയുന്ന സുറാഖത്ത് ബിൻ മാലിക് വളരെ വേഗത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവർക്ക് വഴികാട്ടിയായി ഉണ്ടായിരുന്ന ഒരു അവിശ്വാസിയായ മനുഷ്യരുണ്ടായിരുന്നു, അവരുടെ കൂടെയും വേഗത്തിൽ ചെല്ലുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ട് കുറച്ച് സമയം പ്രവാചകന്റെ മുന്നിൽ നടക്കുന്നു, അതിലൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്നറിയാൻ. അത് കഴിഞ്ഞ് പിറകിലൂടെ നടക്കുന്നു. പിന്നീട് വലതുവശത്തൂടെയും ഇടതുവശത്തൂടെയൊക്കെ നടന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലയം വെച്ചുകൊണ്ടാണ് അബൂബക്കർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിറകിലേക്ക് നോക്കിയപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് തൻ്റെ കുതിരപ്പുറത്തേറി തങ്ങളെ ആക്രമിക്കാൻ വധിക്കാൻ വേണ്ടി ഓടി വരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉടനടി പ്രവാചകന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നബിയെ, നമ്മുടെ പിന്നിൽ ശത്രുക്കളുണ്ട്. അപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വലിയ തവക്കുലിൻ്റെ പാഠങ്ങൾ അബൂബക്കർ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഹിജറ എന്നുള്ളത് അത്രമേൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ, വർഷങ്ങളുടെ പ്ലാനിങ്ങോടുകൂടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹിജറ നടത്തുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ അവതരിപ്പിക്കുന്ന നമ്മുടെ മുഹമ്മദ് എന്ന സീരീസ് നമ്മുടെ ചാനലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഹിജറയുടെ വേളയിൽ നമ്മൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എത്രത്തോളമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്ലാനിങ്. ഓരോ ഘട്ടത്തിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൗർ ഗുഹയിലേക്ക് എത്തിക്കുന്ന ഭക്ഷണം പോലും അതുപോലെ അത്രമേൽ കൃത്യമായി എല്ലാവിധ പ്ലാനിങ്ങും സജ്ജീകരണങ്ങളോടുകൂടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് പുറപ്പെടുന്നത്. അത്രമേൽ പ്ലാനിങ്ങോടുകൂടെ എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക, ബാക്കി കാര്യം അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്ന വലിയ തത്വം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ അബൂബക്കറിനോട് പറയുന്നു, പേടിക്കേണ്ടതില്ല അബൂബക്കർ, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. ആ പ്രാർത്ഥന കേട്ടതോടുകൂടെ അത്രയും വേഗത്തിൽ പ്രവാചകനെയും അബൂബക്കറിനെയും വധിക്കാൻ ഓടി വന്നിരുന്ന സുറാഖയുടെ കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് പൂണ്ടുപോവുകയാണ്. സുറാഖ കുതിരയുടെ പുറത്തു നിന്നും മറിഞ്ഞു വീഴുന്നു. സുറാഖ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്താണ് തനിക്ക് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. അത്രത്തോളം ശക്തനായ തൻ്റെ കുതിര ഒരു കാരണവുമില്ലാതെ മണ്ണിൽ മറിഞ്ഞു വീഴുകയാണ്. എന്തു പറ്റിയെന്ന് അറിയുന്നില്ല. ഉടനടി സുറാഖത്ത് ബിൻ മാലിക് തനിക്കൊരു അപലക്ഷണം ഉണ്ടായപ്പോൾ അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ അറബികൾ പരീക്ഷിച്ചിരുന്ന ഒരു പരീക്ഷണം അവർ നടത്തി നോക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ അവർ 3 അമ്പുകൾ തിരഞ്ഞെടുക്കും. ഒരു നറുക്കെടുപ്പ് പോലത്തെ രീതിയാണത്. 3 അമ്പുകൾ തിരഞ്ഞെടുത്തിട്ട് അതിൽ ഒന്നാമത്തെ അമ്പ്
ഇത് തുടരാം, ഇത് ചെയ്യാം എന്നർത്ഥത്തിലും, മറ്റൊന്ന് ഇതൊരിക്കലും തുടരരുത്, പിന്തുടരരുത് എന്നർത്ഥത്തിലും, മറ്റൊന്ന് ഒരു തവണ കൂടെ നറുക്കെടുക്കാം എന്ന തരത്തിൽ ഒരു 3 അമ്പുകൾ പ്രയോഗിക്കുന്ന ഒരു ശീലം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തൻ്റെ കുതിര മറിഞ്ഞു വീണപ്പോൾ സൊറാക്ക ഇതുപോലെ 3 അമ്പുകൾ വെച്ചിട്ട് താൻ ഈ ഒരു നറുക്കെടുപ്പ് ഭാഗ്യപരീക്ഷണം നടത്തുന്നുണ്ട്. അതിലെല്ലാം പലപ്പോഴും ചെയ്തപ്പോഴും സൊറാക്കയ്ക്ക് ലഭിക്കുന്ന തീരുമാനം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ സൊറാഖത്ത് ബിൻ മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം 100 ഒട്ടകം എന്ന മോഹന വാഗ്ദാനം അവിടെയുണ്ട്. പ്രവാചകൻ തൻ്റെ കൺമുന്നിലുണ്ട്. പിടിച്ചു കൊണ്ടുപോയി അബൂജഹലിന് കൊണ്ടുകൊടുത്താൽ കിട്ടുന്നത് തൻ്റെ ജീവിതം, തൻ്റെ തലമുറകൾക്ക് ഒരു പട്ടിണിയുമില്ലാതെ അത്യാഡംബരത്തോടെ കഴിയാനുള്ള വലിയ സമ്പത്താണ്. അതുകൊണ്ട് ആ സമ്പത്തിനെ പിന്തുടരാനാണ് സൊറാക്കയുടെ മനസ്സ് അപ്പോഴും വ്യാഗ്രത പൂണ്ടത്. ഉടനടി തൻ്റെ കുതിരയെ മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സൊറാക്ക അബൂബക്കറിൻ്റെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പിറകെ ഓടുന്നു. പ്രവാചകന്റെ തൊട്ടടുത്തെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് ആണ്ടുപോവുകയാണ്. സൊറാക്ക സഹായത്തിന് വേണ്ടിയിട്ട് കേണപേക്ഷിക്കുന്നു. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ യാത്ര അവസാനിപ്പിച്ച് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഉടനടി കുതിരയുടെ കാലുകൾ ഇതിൽ നിന്നും ഉയർന്നു വരികയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ യാത്ര തുടരുകയും ചെയ്യുന്നു. അപ്പോഴും സൊറാക്കയ്ക്ക് പിന്തിരിഞ്ഞു പോകാമായിരുന്നു. പക്ഷേ 100 ഒട്ടകം എന്ന വലിയ മോഹന വാഗ്ദാനത്തിൻ്റെ പിറകെ തന്നെ രക്ഷിച്ച, പ്രാർത്ഥനയോടുകൂടെ തന്നെ രക്ഷിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വീണ്ടും ചെല്ലുന്നു. 3-ാമത്തെ പ്രാവശ്യവും തൊട്ടടുത്തെത്തിയപ്പോഴേക്കും കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് ആണ്ടുപോവുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരഞ്ഞുകൊണ്ട് സൊറാക്ക പറയുന്നത്, ഇനി ഒരടി സൊറാക്ക മുന്നോട്ട് വെക്കില്ല. നിങ്ങൾ വലിയ മനുഷ്യനാണ്, നിങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് ഈ നിമിഷം ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ മരുഭൂമിയിലൂടെ ചാട്ടുളി പോലെ പായുന്ന എൻ്റെ കുതിര അതിൻ്റെ കാല് മണ്ണിലേക്ക് ആണ്ടുപോവുകയാണ്. അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പ്രത്യേകതയല്ലാതെ മറ്റൊരു കാരണമില്ല. അതുകൊണ്ട് ഒരടി ഇനി നിങ്ങൾക്കെതിരെ ഞാൻ വെക്കുന്നില്ല, എന്നെ സംരക്ഷിക്കണം എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും സൊറാക്കയുടെ കുതിരയുടെ കാലുകൾ ആ മണ്ണിൽ നിന്നും ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൊറാക്ക പറയുന്നുണ്ട്, എനിക്ക് സംരക്ഷണം വേണം. നിങ്ങൾ ഈ പിന്തുടരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ഷണിക്കുന്ന മതം ഒരു ദിവസം ഇവിടെ പുലരുമെന്നും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ മതം ഇവിടെ എല്ലാവരെയും അതിജയിച്ചുകൊണ്ട് ഇവിടെ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഈ മക്കയും അറേബ്യയും ഒക്കെ നിങ്ങൾ കീഴടക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങൾ സംരക്ഷണം തരണം, അതിനൊരു കരാർ എഴുതി തരണം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന മനുഷ്യനാണ് നിങ്ങളുടെ മതം ഒരു ദിവസം ഇവിടെ വിജയിക്കും, ആ സമയത്ത് എനിക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ മുന്നിൽ കേണപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു എല്ലിൻ്റെ മുകളിൽ സൊറാക്കയ്ക്കുള്ള സംരക്ഷണ പത്രം എഴുതി, കരാറ് പത്രം എഴുതിയിട്ട് കൊടുക്കുന്നു. ഈ മക്ക ഞാൻ കീഴടക്കുന്ന സമയത്ത് ഈ കരാർ പത്രവുമായിട്ട് നീ എവിടെ വരണം എന്ന് പറയുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൊറാക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൊറാക്ക പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എല്ലാവിധ സഹായവും സൊറാക്ക ചെയ്യും. നിങ്ങൾക്ക് ഒട്ടകം വേണോ, മദീനയിലേക്ക് എത്താനുള്ള യാത്രാ സൗകര്യങ്ങൾ വേണോ, അത് സൊറാക്ക ചെയ്യും. നിങ്ങൾക്ക് സേവകരെ വേണോ, സൊറാക്ക കൊണ്ടുവന്ന് തരും. നിങ്ങൾക്ക് എന്താവശ്യമാണ് വേണ്ടതെന്ന് പറയുക, എല്ലാം സൊറാക്ക ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രവാചകൻ മറുപടി പറയുന്നു, സൊറാക്ക ഒരു സഹായവും വേണ്ട, സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് സൊറാഖത്ത് ബിൻ മാലിക് പ്രവാചകനോട് പറയുന്നു, എങ്കിൽ നബിയെ, നിങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം ഞാൻ ഉറപ്പു തരികയാണ്. ഇനി ഒരാൾ പോലും നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കാം. മദീനയിലേക്ക് എത്തുന്നതുവരെ നിങ്ങളെ ഒരാൾ പോലും ശല്യം ചെയ്യുക പോലുമില്ല എന്ന വലിയ വാഗ്ദാനവും പ്രവാചകന് സംരക്ഷണവും സൊറാഖത്ത് ബിൻ മാലിക് നൽകുകയാണ്. ആ സമയത്താണ് പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൊറാഖയോട് ചോദിക്കുന്നത്, സൊറാഖ, കിസ്റയുടെ വളകൾ ആ കൈകളിൽ അണിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും സൊറാക്ക. സൊറാക്ക സ്തബ്ധനായി പോകുന്നു. എന്ത് നബിയെ, ഹുർമുസിന്റെ മകൻ കിസ്റയുടെ വളകളെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? അന്നത്തെ കാലത്ത് ഏറ്റവും പ്രൗഢിയാർന്ന പേർഷ്യയുടെ രാജാവായിരുന്ന കിസ്റയുടെ അത്യാഡംബരപൂർണമായ അവിടുത്തെ അധികാരത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പ്രതീകമായി നിലനിൽക്കുന്ന കിസ്റയുടെ 2 വളകൾ ആ ഭരണാധികാരി കൈകളിൽ അണിയുമായിരുന്നു. ആ വളകൾ ഈ അറബിയായ ഈ മരുഭൂമിയിൽ താമസിക്കുന്ന, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സൊറാക്കയുടെ കൈകളിൽ അണിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. സൊറാക്ക അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എൻ്റെ കാതുകൾക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇത്. അത്രയും പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു നടക്കുകയാണ്. സൊറാക്ക തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുന്നു. സൊറാക്കയെയും കാത്ത് നാട്ടിലെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്.
അവരോട് സുറാഖ ഒന്നും പറയുന്നില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ആരെയും കണ്ടില്ല എന്നാണ് സുറാഖത്ത് ബിൻ മാലിക് പറയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും പൂർണ്ണ സംരക്ഷണമായിരുന്നു അതുവഴി നൽകുന്നത്. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അബൂജഹലിനോട് സുറാഖത്ത് ബിൻ മാലിക് തനിക്ക് നടന്ന വാർത്ത മുഴുവനും പറയുന്നുണ്ട്. ആ സമയത്ത് അബൂജഹൽ ദേഷ്യപ്പെടുകയാണ്. സുറാഖ, നീ സുവർണാവസരമാണ് നഷ്ടപ്പെടുത്തിയത്, മുഹമ്മദിനെ കൊന്നു കളയാനുള്ള അവസരം നീ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട ഭാഷയിൽ സുറാഖയോട് സംസാരിക്കുന്നു. ആ സമയത്ത് സുറാഖ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അബുൽ ഹക്കം, ഞാൻ നേരിട്ട് അനുഭവിച്ചതെങ്ങാനും നിങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊന്നും പറയുമായിരുന്നില്ല. എൻ്റെ കുതിരയുടെ കാൽപാദങ്ങൾ മുഴുവനും മരുഭൂമിയിലേക്ക് ആണ്ടുപോയി ആ പ്രവാചകന്റെ മുന്നിൽ സഹായനായി പോയ എൻ്റെ അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സുറാഖ തൻ്റെ ആ മനോഹരമായ അനുഭവങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും അങ്ങനെ മദീനയിലേക്ക് എത്തി അവരുടെ മനോഹരമായ ദിവസം അങ്ങനെ അവിടെ ആരംഭിക്കുന്നുണ്ട്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോകുന്നു. ഇന്ന് ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണാധികാരി നീതിയുടെ പര്യായമായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ സമയത്താണ് പേർഷ്യ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിക്കുന്ന അവസരത്തിൽ ശത്രുക്കൾ മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന വലിയ വാർത്ത പ്രവാചകന്റെ കാതുകളിലേക്ക് എത്തുന്നുണ്ട്. അന്ന് സുശക്തമായ പടയാളികളോ ശത്രുക്കളെ എതിർക്കാൻ പോകുന്ന ആയുധ ശേഖരങ്ങളോ മുസ്ലിങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ മദീനയിലേക്ക് എത്തുന്ന ശത്രുക്കളെ എങ്ങനെ എതിർക്കണമെന്നറിയാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവർ പേർഷ്യയിൽ നടത്തിയിരുന്ന ഒരു പുതിയ തന്ത്രം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ തന്ത്രം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരീക്ഷിക്കുന്നു. മദീനയുടെ ഒരു ഭാഗത്ത്, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, മദീനയുടെ ഒരു ഭാഗത്ത് ഇടതിങ്ങിയ ഈന്തപ്പന തോട്ടങ്ങളാണ്. അതുവഴി ശത്രുക്കൾക്ക് അവിടേക്ക് അടുക്കാനാവില്ല. മറ്റു രണ്ട് ഭാഗങ്ങൾ കരിങ്കല്ലുകളാൽ നിർമ്മിതമായ വലിയ അഗ്നിപർവ്വതങ്ങളാണ്. അതുകൊണ്ട് മദീനയുടെ 3 ഭാഗവും വളരെ സേഫാണ്. അതിലൂടെ ശത്രുക്കൾക്ക് കടക്കാനാവില്ല. ഒരു ഭാഗത്തിലൂടെ മാത്രമാണ് ശത്രുക്കൾക്ക് എൻട്രി ഉള്ളൂ. അതുകൊണ്ട് ആ ഭാഗത്ത് നമുക്ക് വലിയ കിടങ്ങുകൾ പണിയാം. അതിലൂടെ ശത്രുക്കൾക്ക് ഒരിക്കലും അവരുടെ കുതിരകൾക്കോ എടുത്തു ചാടാൻ പറ്റാത്ത അത്രയും വലിയ കിടങ്ങുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നിൽ സൽമാൻ ഫാരിസി അവതരിപ്പിച്ചിരുന്ന ആ വലിയ യുദ്ധതന്ത്രം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടു കൂടെ അതിന് സമ്മതം മൂളുന്നു. അങ്ങനെ അവർ ആ കിടങ്ങിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ വയ്യാതെ സ്വഹാബത്ത് മുഴുവനും വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കല്ലുകളാണ് വയറ്റിൽ വെച്ച് കിട്ടുന്നത്. ആ സമയത്ത് ഒരു കല്ല് സ്വഹാബത്ത് എല്ലാവരും പലപ്പോഴായിട്ട് ശ്രമിച്ചു നോക്കിയിട്ടും ആ കല്ല് പൊട്ടിച്ച് നീക്കാനാവുന്നില്ല. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് അവിടുത്തെ മഴ കൊണ്ട് ആ കല്ല് പൊട്ടിച്ച് കളയുകയാണ്. 3 അടിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മഴ കൊണ്ട് ആ കല്ലിൽ പ്രയോഗിക്കുന്നത്. അതിൽ 1-ാമത്തെ തവണ പ്രവാചകൻ പറയുന്നത്, കിസ്റ എനിക്ക് കീഴടങ്ങി, പേർഷ്യ എനിക്ക് കീഴടങ്ങി, റോം എനിക്ക് കീഴടങ്ങി എന്ന അക്കാലത്ത് ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രതാപശാലികളായ ഏറ്റവും ഉത്തുംഗമായ നിലകളിൽ സ്ഥിതി ചെയ്യുന്ന വലിയ അധികാര സ്ഥിരാ കേന്ദ്രങ്ങൾ ഇസ്ലാമിന് മുന്നിൽ കീഴടങ്ങി എന്നതാണ്. വിശപ്പ് സഹിച്ചിട്ട് വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് കിടങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന സ്വഹാബത്തിന് മുന്നിലാണ് പ്രവാചകൻ പേർഷ്യ എനിക്ക് കീഴടങ്ങി, റോം എനിക്ക് കീഴടങ്ങി എന്നൊക്കെ പറയുന്നത്. പ്രവാചകൻ ആദ്യകാലത്തെ അവർക്ക് നൽകുന്ന ഒരു പോസിറ്റീവായ എനർജി നമ്മൾ കാണണം. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്ന ആ മോഹന വാഗ്ദാനം, ആ പേർഷ്യ ഇസ്ലാമിൻ്റെ കീഴിൽ വരുന്നത്. വളരെ മനോഹരമായി കൊണ്ടത് കീഴടങ്ങുകയും അവിടെ നിന്നുള്ള സമ്പത്ത് മുഴുവനും മദീന പള്ളിയിൽ കൊണ്ടുവന്ന് കുമിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വേദനയോടെയാണ് ആ കാഴ്ച കാണുന്നത്. ഖലീഫ ഒരു വടിയുമായി അവിടേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ, എൻ്റെ മുന്നേ എന്നേക്കാൾ നല്ലവരായ ഒരുപാട് ആളുകൾ കഴിഞ്ഞുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെക്കാൾ എത്രയോ ഉന്നതികളിലായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലത്തെ അനുഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. അവർക്കും ഇത്ര വലിയ അനുഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ലഭിക്കാനുള്ള നന്മകൾ മുഴുവനും ഈ ദുനിയാവിൽ നിന്ന് തന്നെ തന്നുകൊണ്ട് നീ അവസാനിപ്പിക്കുകയാണോ റബ്ബേ എന്ന വേവലാതിപ്പെട്ടുകൊണ്ട് കരയുന്ന ഖലീഫയെ ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കയ്യിലുള്ള വടി കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന വലിയ അധികാര കേന്ദ്രങ്ങൾ, കിസ്റയുടെ രാജാവിൻ്റെ വലിയ ആഡംബരപൂർണമായ വസ്ത്രങ്ങളും കിരീടങ്ങളൊക്കെ ഇങ്ങനെ തട്ടിമാറ്റി അവിടെ നിന്ന് ഏറ്റവും പ്രതാപം നിറഞ്ഞ അവരുടെ അധികാര കേന്ദ്രത്തിൻ്റെ അടയാളമായ 2 വളകൾ അതെടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കയ്യിൽ പിടിക്കുന്നു.
ശേഷം സുറാഖത്ത് ബിൻ മാലിക്കിനെ അവിടേക്ക് വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ അത് അണിയിക്കുകയാണ്. സ്വതക്ക സ്വാഹിബ് ഹാദൽ മക്കാം, ഈ സ്ഥാനത്തുണ്ടായിരുന്നയാൾ സത്യം ചെയ്തിരിക്കുന്നു എന്ന് ആ വേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മോഹന വാഗ്ദാനം പൂർത്തീകരിച്ച മനോഹരമായ സംഭവം. ഫത്ഹ് മക്കയുടെ വേളയിലാണ് ഈ സുറാഖത്ത് ബിൻ മാലിക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു എല്ലിൻ കഷ്ണവുമായിട്ട് അതിലെന്തോ എഴുത്തുകളുമായിട്ട് സുറാഖത്ത് ബിൻ മാലിക് മക്കയിലേക്ക് എത്തിയ പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. എന്തിനാണ് എന്ന് ചോദിക്കുന്ന പ്രവാചകർ സംരക്ഷണമായി നിൽക്കുന്ന സ്വഹാബത്തിനോടൊന്നും സുറാഖ ഒന്നും മറുപടി പറയുന്നില്ല. ശേഷം പ്രവാചകന്റെ അടുത്തേക്ക് എത്തി ആ കരാർ പത്രം നൽകി. വർഷങ്ങൾക്ക് മുന്നേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാലത്ത് മക്ക കീഴടക്കുമ്പോൾ എല്ലാവിധ സംരക്ഷണവും നിങ്ങൾക്കുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്ത കരാർ പത്രം പ്രവാചകന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സുറാഖത്ത് ബിൻ മാലിക്. പിന്നീട് പലപ്പോഴായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും അബൂബക്കർ തങ്ങളുടെ കാലത്തൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുറാഖത്ത് ബിൻ മാലിക്കിനെ പല സ്വഹാബിമാരും കാണുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയുന്നത്, അന്ന് നബിയെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതായിരുന്നു ഈ സുറാഖ. ഒരു 100 ഒട്ടകത്തിൻ്റെ പേരിൽ ആ 100 ഒട്ടകങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ പിറകെ ഓടുന്നത്. ആ 100 ഒട്ടകങ്ങളെക്കാൾ വലുതല്ലേ പ്രവാചകൻ എനിക്ക് നൽകിയത് ഈ ഇസ്ലാം, അതിനേക്കാൾ വലുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന സുറാഖത്ത് ബിൻ മാലിക്കിനെ സ്വഹാബത്ത് പലപ്പോഴായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ 100 ഒട്ടകങ്ങൾക്ക് വേണ്ടി നടന്നിരുന്ന സുറാഖത്ത് ബിൻ മാലിക്കിന് ഇസ്ലാം എന്ന മഹത്തായ പാത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നുണ്ട്. അതോടുകൂടെ സുറാഖ സംതൃപ്തനായിരുന്നു. മാത്രമല്ല കിസ്റയുടെ വളകളും അധികാര കേന്ദ്രത്തിൻ്റെ അടയാളമായിരുന്ന ആ വളകളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം നൽകുന്നു. തന്നെ കൊല്ലാൻ വരുന്ന ആൾക്ക്, തന്നെ കൊല്ലാനെത്തിയ ശത്രുക്കൾക്ക് ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഈ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരോട് കൂടെ നാളെ അവൻ്റെ ജന്നാത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.